പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ത്യയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ചും വാക്സിനേഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സർക്കുലർ ഗാക്ക ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണമാണ് ഇന്ന് വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാർത്താ മാധ്യമങ്ങളിൽ വന്ന പലതരം വാർത്തകൾ കണ്ട് പ്രവാസികൾ ആശങ്കയിലാണ്. സൗദി അറേബ്യയിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ സാധിക്കുമോ? യാത്ര ചെയ്യാൻ വാക്സിനേഷൻ നിർബന്ധമാണോ? വാക്സിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ എങ്ങനെയാണ് ക്വാറന്റൈനിൽ നിന്നും ഇളവ് ലഭിക്കുക? അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ഇത്തരം ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന പ്രവാസികൾക്കാണ് അതിൻ്റെ വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലത്തെ ഗാക്കയുടെ സർക്കുലർ അനുസരിച്ച് സൗദി അറേബ്യയിൽ എത്തിപ്പെടുന്ന നോൺ സിറ്റിസൻസ്, അതായത് ഇന്ത്യക്കാരടക്കമുള്ള വിദേശികൾ സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട്, ബോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ വാക്സിൻ ചെയ്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അതായത് സൗദി അറേബ്യയിൽ എത്തിപ്പെട്ടാലുള്ള ഒരാഴ്ചത്തെ ക്വാറന്റൈനിൽ നിന്നും ഇളവ് ലഭിക്കേണ്ട ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർ ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സാണ് ഇന്നലെ ഗാക്കയുടെ സർക്കുലറിലൂടെ വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നും കോവിഷീൽഡിൻ്റെ 2 ഡോസ് വാക്സിൻ വെച്ച ആളുകൾക്കാണ് സൗദി അറേബ്യയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്നും ഇളവ് ലഭിക്കുക. 2 ഡോസ് കോവിഷീൽഡ് വാക്സിൻ വെച്ച ആളുകൾ, അവർക്ക് ഓൺലൈനിൽ നിന്നും ലഭിച്ച സർട്ടിഫിക്കറ്റ് മുഖീമിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു പ്രൊസീജിയർ കുറച്ചുകൂടി ഈസിയാക്കുന്ന ഒരു സർക്കുലറാണ് ഇന്നലെ വന്നിട്ടുള്ളത്. അതായത് 2 ഡോസ് വാക്സിൻ വെച്ച യാത്രക്കാർ യാത്ര ചെയ്യുന്നതിന് മുമ്പ് മുഖീമിൻ്റെ സൈറ്റിൽ അവരുടെ പാസ്പോർട്ട് നമ്പറും അവർ വെച്ച വാക്സിൻ്റെ ഡീറ്റെയിൽസും അവരുടെ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് ഡീറ്റെയിൽസും നൽകി കഴിഞ്ഞാൽ മുഖീമിൽ നിന്നും വാക്സിനേഷൻ ചെയ്ത ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ആ സർട്ടിഫിക്കേഷൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമ്മൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ വിശദീകരിക്കാം. mukim.sa എന്ന സൈറ്റിലാണ് നമുക്ക് രജിസ്ട്രേഷൻ ഉള്ളത്. അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ വാക്സിൻ രജിസ്ട്രേഷൻ, ന്യൂ രജിസ്ട്രേഷന്, ചെക്ക് രജിസ്ട്രേഷൻ, ഈ 2 ഐക്കൺ ഉണ്ടാവും. അതിൽ ന്യൂ രജിസ്ട്രേഷനിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്താൽ വരുന്ന സ്ക്രീനിലാണ് നമ്മളെ ഇൻഫർമേഷൻസുകൾ, ഡാറ്റകൾ എൻട്രി ചെയ്യേണ്ടതുണ്ട്. അതിൽ പേര്, പാസ്പോർട്ട് നമ്പർ, ബർത്ത് ഡേറ്റ്, നാഷണാലിറ്റി, അറൈവൽ ടൈപ്പ് ബൈ എയർ ആണെങ്കിൽ, ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ ബൈ എയർ കൊടുക്കുക. ബൈ എയർ കൊടുത്തു. പിന്നെ അതിനുശേഷം ഫ്ലൈറ്റ് നമ്പർ, നമ്മൾ സൗദി അറേബ്യയിൽ എത്തുന്ന ഫ്ലൈറ്റാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്നും ക്വാറന്റൈൻ നിൽക്കുന്ന രാജ്യത്തേക്കുള്ള ഫ്ലൈറ്റ് നമ്പർ അല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ക്വാറന്റൈനിൽ നിൽക്കുന്ന രാജ്യത്ത് നിന്നും സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത്. നമ്മൾ സൗദി അറേബ്യയിൽ എത്തുന്ന അറൈവൽ ഡേറ്റ്, അറൈവൽ ഡെസ്റ്റിനേഷൻ ജിദ്ദയാണോ, റിയാദാണോ, ദമാമാണോ, ഏത് ഡെസ്റ്റിനേഷനിലാണ് എത്തുന്നത് എന്നുള്ളത്, ഏത് എയർലൈനാണ്, ഖത്തർ എയർവേസോ സൗദി എയർലൈൻസോ ഏത് എയർലൈനാണ് എന്നും കൊടുക്കുക. പിന്നെ വാക്സിൻ ചെയ്ത കൺട്രി ഇന്ത്യ ആവും നമ്മൾ കൊടുക്കേണ്ടത്. വാക്സിൻ ടൈപ്പ് അതിലുണ്ട് നമ്മൾ ചെയ്ത വാക്സിൻ ഏതാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഓക്സ്ഫോർഡ് ആസ്ട്രാസെനിക്ക വാക്സിൻ 2 ഡോസ് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അപ്രൂവ് ചെയ്ത വാക്സിൻ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെയുള്ള ഒരു കോളുള്ളത് ഫസ്റ്റ് ഡോസ് ഡേറ്റ്. നമ്മൾക്ക് ഫസ്റ്റ് ഡോസ് ചെയ്ത ആ ഡേറ്റ് കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആ ഡേറ്റ് എവിടെ നിന്ന് കിട്ടും എന്നുള്ള പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ ചെയ്ത ഹോസ്പിറ്റലിൽ ചെയ്ത ആ സ്ഥലത്ത്, ആ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ചെയ്ത അന്ന് ശരിക്കും നമുക്കൊരു ഫോം തന്നിട്ടുണ്ടാവും. ആ ഫോമിലുണ്ടാവും നമ്മൾ ചെയ്ത വാക്സിൻ്റെ ഡേറ്റ്, ഫസ്റ്റ് ഡോസ് ചെയ്ത ആ ഡേറ്റ്, ഏത് വാക്സിനാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഒരു സാമ്പിളും ഞാൻ സ്ക്രീനിൽ ഇത്തരം ഡാറ്റകൾ കൊടുത്തതിന് ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് സെലക്ട് ചെയ്യുക. അതിന് അടിയിൽ ഐ അക്നോളജ് എന്നുള്ള ആ കോളം ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത സ്ക്രീൻ ലഭിക്കും. ആ സ്ക്രീനിലാണ് അത് നമ്മളെ സ്റ്റാറ്റസ് കാണുക. ആ സ്റ്റാറ്റസിൽ നമ്മൾക്ക് കൺഫർമേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ആണ് പ്രൊസീജിയർ ഉള്ളത്. ഇനി ഈ വിശദീകരണത്തിലൂടെ ഇത് മനസ്സിലാകാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഹൈർ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിൽ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ സേവനം ലഭ്യം. ഇത് വളരെ സിമ്പിളായിട്ട്
ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന പ്രൊസീജിയേഴ്സാണ്. ആരും ആശങ്കപ്പെടേണ്ടതില്ല. 2 ഡോസ് വാക്സിൻ വെച്ച ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാൽ, സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ല. അവർക്ക് നേരെ റൂമിലേക്ക് പോകാവുന്നതാണ്. ഇനി ഇവിടെ നിന്നും 1 ഡോസ് വാക്സിൻ വെച്ച ആളുകളോ ഒറ്റ ഡോസ് വാക്സിൻ പോലും വെക്കാത്ത ആളുകളോ, അതായത് വാക്സിനേഷൻ വെക്കാത്ത ആളുകളോ 1 ഡോസ് മാത്രം വെച്ച ആളുകളോ സൗദിയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിർബന്ധമായും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിൽക്കേണ്ടതുണ്ട്. അവർക്ക് ഇത്തരം രജിസ്ട്രേഷനോ ഫോർമാലിറ്റിയോ ഒന്നും ചെയ്യേണ്ടതില്ല. അവർ സാധാരണ പോകുന്നത് പോലെ തന്നെ അവർക്ക് യാത്ര ചെയ്യാവുന്നതാണ്. നിലവിൽ ഇന്ത്യക്കാർക്ക് നിരോധിത രാജ്യമല്ലാത്ത, അതായത് സൗദി അറേബ്യ 9 കൺട്രികളിലേക്ക് ഇപ്പോഴും ട്രാവൽ ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് 39 കൺട്രികളും ട്രാവൽ ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൺട്രികൾ ഒഴികെയുള്ള ലോകത്തെ ഏത് രാജ്യത്തിലൂടെയും 14 ദിവസം ക്വാറന്റൈൻ നിന്നതിന് ശേഷം സൗദി അറേബ്യയിലേക്ക് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ വിശ്വസ്തരായ ട്രാവൽ കൺസൾട്ടന്റുമായി സമീപിച്ച് ഏത് രാജ്യമാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ആക്സസ് ഉള്ളത്, ഫ്ലൈറ്റ് അവൈലബിലിറ്റി ഉള്ളത്, കുറഞ്ഞ ചെലവുള്ളത്, സുരക്ഷിതമായി ഏത് രാജ്യമാണുള്ളത് എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഏത് രാജ്യത്തിലൂടെ പോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷെ നിലവിൽ ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഓപ്ഷനുകൾ ലഭ്യമാണ്. പക്ഷേ പാക്കേജിൻ്റെ റേറ്റുകൾ കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള ഒരു വാർത്തയുള്ളത് MOHൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെയായിരുന്നു. MOHൻ്റെ സൈറ്റിൽ നിങ്ങൾ വാക്സിൻ ചെയ്ത സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് അവിടെ എത്തിയാലുള്ള തവക്കൽന ആപ്പിൽ നിങ്ങൾ വാക്സിനേഷൻ ചെയ്ത അപ്ഡേറ്റ് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് MOHൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ സൗദി അറേബ്യയിൽ എത്തിപ്പെട്ടാൽ അതിനുശേഷം ചെയ്താലും പ്രശ്നമില്ല. ഈയിടെയായിട്ട് 72 രാജ്യങ്ങളിൽ ഈയിടെയായിട്ട് MOHൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ 72 രാജ്യങ്ങൾക്ക് ആക്സസ് ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വേണമെങ്കിലും MOHൻ്റെ സൈറ്റിൽ നിങ്ങൾ വാക്സിൻ ചെയ്ത സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വാക്സിൻ ചെയ്ത സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യൽ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ച് പല ആളുകളും വിളിച്ചിരുന്നു. ഇതുവരെ വന്ന സർക്കുലർ ബേസ് ചെയ്തുകൊണ്ട്, ഇതുവരെ വന്ന ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്യണമെന്ന്, അറ്റസ്റ്റ് ചെയ്യണമെന്ന് എവിടെയും സൂചനകളില്ല. പക്ഷെ പല ആളുകളും MOHൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് അവർക്ക് ഫീഡ്ബാക്ക് ലഭിച്ചത് നിങ്ങളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ കാരണം നിങ്ങൾ സൗദി കോൺസുലേറ്റിൽ അറ്റസ്റ്റേഷൻ നടത്തിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അല്ല അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ്. അറ്റസ്റ്റേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് മാത്രമേ യാത്ര ചെയ്യാവൂ എന്ന് ഔദ്യോഗിക വിവരങ്ങളോ സർക്കുലറുകളോ എവിടെയും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അറ്റസ്റ്റേഷൻ നിർബന്ധമായിട്ടില്ല. അറ്റസ്റ്റേഷൻ ഇല്ലാതെ തന്നെ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ്. വിസിറ്റ് വിസയിലുള്ള ആളുകൾ സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യാൻ ഈ വാക്സിനേഷൻ ചെയ്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള സംശയം പലരും ചോദിക്കാറുണ്ട്. വിസിറ്റ് വിസയിലുള്ള ആളുകൾ അവരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് മുഖീം സൈറ്റിലാണ്. റെസിഡൻസ് വിസയിലുള്ള ആളുകൾ ചെയ്യുന്ന അതേ ഫോർമാലിറ്റി തന്നെയാണ് വിസിറ്റ് വിസയിലുള്ള ആളുകളും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വാക്സിൻ ചെയ്ത അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് സൗദിയിൽ എത്തിക്കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പാസ്പോർട്ടിലെ പേര്, പാസ്പോർട്ട് നമ്പർ എന്നിവ സർട്ടിഫിക്കറ്റിലേതുപോലെ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇന്ത്യയിൽ നിന്നും 2 ഡോസ് വാക്സിൻ വെച്ച് മുഖീമിൻ്റെ സൈറ്റിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് 14 ദിവസം ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് ക്വാറന്റൈനിൽ നിന്നതിന് ശേഷം സൗദി അറേബ്യയിൽ എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ ക്വാറന്റൈൻ ഇല്ലാതെ നിങ്ങൾക്ക് റൂമിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്നും വാക്സിൻ എടുക്കാത്ത ആളുകൾക്ക് നിർബന്ധമായും 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സൗദി അറേബ്യയിൽ നിങ്ങൾ എത്തുന്ന സിറ്റിയിൽ നിൽക്കേണ്ടതുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾക്ക് സൗദി അറേബ്യയിൽ നിന്നും 1 ഡോസ് വാക്സിൻ വെച്ചത് കൊണ്ട് മാത്രം തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലഭിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് ഇവിടെ നിന്നും നിർബന്ധിച്ച് 2ാമത്തെ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക്
തവക്കലിന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഒരു ഡോസ് വാക്സിൻ വെച്ചുകൊണ്ട് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഇളവ് ലഭിക്കുന്നതാണ്. അവർക്കും നേരെ അവിടെ എത്തിപ്പെട്ട റൂമിലേക്ക് പോകാവുന്നതാണ്. 2 ഡോസ് വാക്സിൻ വെച്ച ചില ആളുകൾ MOHന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് റിജക്ഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അവർ ആശങ്കയിലാവേണ്ട ആവശ്യമില്ല. അവർക്ക് MOHന്റെ സൈറ്റിൽ ഇവിടെ നിന്നും രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമില്ല. സൗദി അറേബ്യയിൽ എത്തിയതിന് ശേഷം അവർക്ക് തവക്കലിന ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ മതിയാകുന്നതാണ്. ഇന്ത്യയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾ ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ വാക്സിനേഷൻ പെട്ടെന്ന് ലഭിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആധാർ കാർഡ് ഉപയോഗിച്ച് വാക്സിൻ ലഭിച്ച ആളുകൾക്ക് പാസ്പോർട്ടിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങളുണ്ട്. രജിസ്റ്റർ ചെയ്ത സമയത്ത് വന്ന മിസ്റ്റേക്കുകൾ തിരുത്താനുള്ള സംവിധാനങ്ങളും നിലവിലുണ്ട്. ഇതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് ഈസി ആയിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ആവശ്യമില്ല. 2 ഡോസ് വാക്സിൻ വെച്ച ആളുകൾക്ക് ഈസി ആയിട്ട് സൗദി അറേബ്യയിലേക്ക് മറ്റുള്ള രാജ്യങ്ങളുമായി യാത്ര ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം ദുബായും മാൽദീവും ബഹ്റൈനും നേപ്പാളും ഒക്കെ ബാൻ ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് ഒരുപാട് കാശ് ചിലവഴിച്ചുകൊണ്ട് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ദുബായിലും ഒമാനിലും ബഹ്റൈനിലും നേപ്പാളിലും ഒക്കെ ഇപ്പോൾ കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു കൺട്രി അടുത്ത് തന്നെ തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെ അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവർ മാത്രം റിസ്ക് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുക. മറ്റുള്ള ആളുകൾ ഏതെങ്കിലും അടുത്തുള്ള രാജ്യം തുറക്കുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഈ ട്രാവൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ഖൈർ ടൂർസ് ആൻഡ് ട്രാവൽസ് കോട്ടക്കൽ. ഇനിയും വിദേശ സംബന്ധമായ അപ്ഡേറ്റുകൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.